ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ഇരുന്ന് ഭയങ്കരമായിട്ടും നമ്മുടെ ശ്രുതിയെ ഇൻസൾട്ട് ചെയ്യുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി പറയുകയാണ്, ഒന്ന് നിർത്താവോ, ഒന്നും മിണ്ടാതിരിക്കാവോ, ഒന്ന് അനങ്ങാതിരിക്കാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അനങ്ങാതിരുന്നാൽ ഞാനെങ്ങനെ വണ്ടി ഓടിക്കുന്നത്, എങ്കിൽ പിന്നെ വണ്ടി ഓടിക്കുക, വായി ഒന്ന് അടക്കി നിർത്ത്, എന്തിനാണ് അനാവശ്യമായ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്? ആ അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോൾ ഇവൻ്റെ ഭാര്യയെ രാമപുരത്തേക്ക് പോയത് വക്കീലിനെ കാണാൻ വേണ്ടിയായിരിക്കോ? വക്കീലിനെ കാണാനോ? അതിനാ വക്കീലിനെ കാണാനായിട്ട് പോയത്? അല്ല, ഇവൻ ഭയങ്കരമായിട്ടും തെറ്റ് ചെയ്തല്ലേ, ജോലിക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് പാർക്കിൽ പോയി കിടന്നവനെ ഉപേക്ഷിക്കാനായിരിക്കും അവളുടെ ഇനി തീരുമാനം. ഇനി വക്കീലിനെ കണ്ട് ഡിവോഴ്സിന് വേണ്ടി അപേക്ഷ കൊടുക്കാനാണെങ്കിലോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ രേവതി പറയുകയാണ്, സച്ചിയേട്ടാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒന്ന് മിണ്ടാതിരിക്കാവോ? അല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്, ഇവൻ്റെ കയ്യിലിരിപ്പിന് അതല്ല അതിനപ്പുറവും കിട്ടണം. ഇവൻ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണം. എന്നിട്ടിപ്പോൾ ഇവൻ്റെ ഭാര്യയെ തപ്പി ഞാൻ ഇറങ്ങണം. ദൈവമേ, ഇതെന്തൊരു ഗതികേടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ സച്ചി വായടക്കാതെ അതും ഇതും പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ വണ്ടി നിർത്തിയിട്ട് ഒരു കടയിലേക്ക് പാഞ്ഞു കയറി പോവുകയാണ്. അപ്പോൾ രേവതി വിചാരിച്ചത് എന്താണ്, സച്ചിനെ അവളെക്കുറിച്ച് വല്ല അന്വേഷിക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊന്നും മിണ്ടാതിരിക്കുക. ഫോൺ വിളിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെ നമ്മുടെ സച്ചി ആ കടക്കാരനോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചിയുടെ വണ്ടിയിലൂടെ കയറുകയാണ്. വണ്ടിയിലൊക്കെ കയറി ഒരു ബിസ്ക്കറ്റ് കൂട് പൊട്ടിച്ച് ഒരു ബിസ്ക്കറ്റ് ഇവനെടുത്ത് വായിലിടുക. അപ്പോൾ വാലിട്ട് കഴിഞ്ഞപ്പോഴേക്കുമേ, സച്ചിയേട്ടൻ ബിസ്ക്കറ്റ് മേടിക്കാനാണോ പോയത്? അതെ, എനിക്ക് വിശന്നിട്ടൊരു രക്ഷയില്ല, അതുകൊണ്ടാണ് ഞാൻ ബിസ്ക്കറ്റ് മേടിക്കാനായിട്ട് പോയത്. എടാ സുധി, നീ വേണമെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കഴിക്കും. വേണ്ട, എനിക്കൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, ഇനി കുറേയൊക്കെ കഴിയുമ്പോൾ എനിക്ക് വിശക്കുവാണേ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി നിർത്താമെല്ലാം പറഞ്ഞ് ഞാൻ നിർത്തൂല. ഞാൻ ഭക്ഷണം നിനക്ക് മേടിച്ച് തരത്തൂല. എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. രേവതി, അവന് വേണ്ടെങ്കിൽ വേണ്ട, നീ കഴിക്കുക രേവതി എന്ന് പറഞ്ഞ് രേവതി കൊടുക്കുകയും രേവതി അത് കഴിക്കുകയും ചെയ്യാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വേറൊരു സ്ഥലത്ത് നിർത്തുകയാണ്. കാരണം രാമപുരം എത്തി. അപ്പോൾ രാമപുരം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിർത്തുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ മന്ദബുദ്ധിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കലി വരിക. എടാ, നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്, പോയി അന്വേഷിക്കടാ നിന്റെ ഭാര്യയെക്കുറിച്ച്. ഇനി ഞാനത് അന്വേഷിക്കണോ? അങ്ങനെ ശ്രുതിക്ക് ഗതി കെട്ട് ശ്രുതി പോയി ഒരു ഫോൺ എടുത്തോട്ട് ശ്രുതിയുടെ ഫോട്ടോയും കാണിച്ചിട്ട് ഇവളെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാവരോടും ചോദിക്കുക. പക്ഷേ നമ്മുടെ രേവതി അനങ്ങാതെ നിന്നില്ല. രേവതിയും ഓരോരുത്തരുടെയും അന്വേഷിക്കുകയാണ്, ശ്രുതിയെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പക്ഷേ ആർക്കും ശ്രുതിയുടെ ഒരു വിവരം പോലും അറിയില്ല. അവരെ കണ്ടതുപോലും ഉള്ള ഭാവം ആരും നടിക്കുന്നില്ല. നാട്ടുകാർക്ക് മുഴുവനും അവളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അങ്ങനെ ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൂടി വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ്. ദൈവം ഇനി എവിടെ പോയി അന്വേഷിക്കും, ഇനി എങ്ങനെ കണ്ടെത്തും, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വീണ്ടും കാറിലേക്ക് കയറുക. അപ്പോൾ കാറിൽ കഴിഞ്ഞപ്പോഴേക്കും സച്ചി വീണ്ടും പറയാണ്, ഓ ഇവൻ കാരണം ഈ നട്ടം തിരിയലോ തന്നെയാണല്ലോ. എടാ, നിൻ്റെ ഭാര്യ എവിടെ പോയി കിടക്കുകയാണ്, ഇനി അവൾ അന്വേഷിച്ച് പോണോ? അല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. ഇനി അവൾ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവളെ ഒന്നും കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് അവളെ അന്വേഷിച്ച് പോവണ്ട, നമുക്ക് തിരിച്ചു പോയാലോടാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതി പറയാം, ദേ നീ അന്വേഷിച്ച് വരണ്ട, എനിക്ക് എൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ. ഓ, ഒരു ഭാര്യ സ്നേഹം. എടാ, ഭാര്യ സ്നേഹമാണെങ്കിലേ അവളോട് നീ സത്യസന്ധമായ വർത്തമാനങ്ങളും പറയണമായിരുന്നു. എടാ, എല്ലാത്തിനും കാരണം നീ തന്നെയാടാ, നീയാണ് ഇതിലെല്ലാത്തിനും കാരണം. ഇപ്പം ഞാനായോ? എടാ, നിൻ്റെ ഭാര്യയെ പോകാൻ നീ തന്നെയാണ് കാരണം. അവളോട് നീ എന്തിനാ കള്ളത്തരം പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവൾ നിന്നെ ഇട്ടിട്ട് പോയത്. ഇപ്പം എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിലായോ? നീ എൻ്റെ തലയിൽ വെക്കാൻ നോക്കണ്ട മോനെ ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വേറൊരു സ്ഥലത്ത് ഇറങ്ങിയാണ്. അവിടെയും പോയി കുറേ അന്വേഷിക്കുകയാണ്. അവിടെ എങ്ങും ആർക്കും ഈ ശ്രുതിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഓട്ടോറിക്ഷക്കാരുടെ അടുത്ത് അന്വേഷിക്കുന്നു, അങ്ങനെ പലരുടെ അടുത്തും അന്വേഷിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതി നേരെ വീട്ടിലെത്തിക്കണം. അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ആകെ ഞെട്ടിപ്പോയി. ഇതെന്താ മോളെ നീ ഇങ്ങനെ വന്നത്, നീ എന്ത് പറ്റി നിനക്ക്? അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. മോളെ, നിനക്ക് എന്ത് പറ്റി ശ്രുതി, എന്തിനാ നീ കരയുന്നത്? എന്നെ ശ്രുതി ചതിച്ചു അമ്മേ. ശ്രുതി ചതിച്ചെന്നോ? എങ്ങനെ? കാര്യം എന്തെന്ന് വെച്ചാൽ പറ. അവൻ ജോലിക്ക് പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പറ്റിക്കുകയായിരുന്നു. അവനൊരു ജോലിയില്ല, കൂലിയില്ലമ്മേ. പാർക്കിൽ പോയി കറങ്ങി നടക്കുകയായിരുന്നു. അതെല്ലാം ആ സച്ചിയും രേവതിയും കൂടിയൊക്കെ കണ്ടുപിടിച്ചു. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ നാറ്റിച്ചു, നാണം കെടുത്തി, താലെ കൊഞ്ചൊരവസ്ഥയായിരുന്നു. എന്നോട് ഇങ്ങനെ കള്ളത്തരം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ശ്രുതിക്ക്. എന്നോട് വളരെ വലിയ കള്ളത്തരമാണോ പറഞ്ഞത്? അവൻ അങ്ങനെ പറഞ്ഞോ? അതൊന്നും ഈ കാര്യമൊക്കെ നിൽക്കണ്ട. അമ്മ എന്താ പറയുന്നത്? അത് കാര്യമൊക്കെ നിൽക്കണ്ടെന്നോ?
ഞാൻ എത്ര അപമാനിക്കപ്പെട്ട നിൽക്കുന്നത് നമുക്ക് അറിയാവോ അമ്മ. ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോവില്ലെന്നോ? മോളെ, അത് നിന്റെ വീടാണ്. നീ എന്തിനാ അവൻ ചെറിയൊരു കള്ളം കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് വീട് വിട്ട് ഇറങ്ങി പോകുന്നത്? അതിൻ്റെ കാര്യമല്ലോ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ചെറിയൊരു കള്ളമാണെന്നോ? എനിക്കിതൊരു വലിയൊരു കള്ളത്തരം തന്നെയാണ്. സുധിയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു. പക്ഷേ അവൻ എന്നോട് ചെയ്തത് ഇത്ര വലിയ ചതിയാണെന്ന് അറിയാവോ? നീ അവനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. അവൻ ചെറിയൊരു കള്ളത്തരേ കാണിച്ചുള്ളൂ. ജോലിക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട് ജോലിക്ക് പോയി. പക്ഷെ ജോലി ഇല്ല അവന്. അത് നിന്നോട് പറയാതിരുന്നത് നീ വഴക്ക് പറയുമെന്ന് പേടിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ മോളെ, അതൊക്കെ നീ കാര്യമൊക്കെ നിൽക്കരുത്. അപ്പം അങ്ങനെ കാര്യമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചെയ്ത കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നീ അവനോട് എത്രമാത്രം വലിയൊരു കള്ളത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ആ ഒരു കള്ളത്തരം ശ്രുതി കണ്ടുപിടിച്ച് കഴിഞ്ഞാലോ നിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോഴേക്കും അമ്മേ, എനിക്കറിയാം, ആ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. സുധി ഈ സത്യങ്ങൾ മുഴുവനും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അതേപോലെ അല്ല ഇത്. അവനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിട്ടും എൻ്റെ കൂടെ നിന്ന് അവൻ എന്നെ ചതിക്കുകയായിരുന്നില്ലേ? അവൻ എപ്പോഴെങ്കിലും എന്നോട് സത്യം തുറന്നു പറയായിരുന്നില്ലേ? ആ സച്ചിയുടെ മുന്നിൽ ഞാൻ നാണം കെട്ടൊരവസ്ഥയിലായി പോയില്ലേ? ആ സച്ചി എന്നെ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാവോ? എന്നെ നാണം കെടുത്തുന്ന രീതിയിലാണ് പറഞ്ഞത്. സച്ചിയോ? അവൻ നല്ലവനല്ലേ? അവൻ അങ്ങനെയൊക്കെ പറയോ? പിന്നെ നല്ലവൻ, അവനെക്കുറിച്ചൊന്നും അറിയാൻ പാടത്തുകൊണ്ടാണ് ഞാൻ സുധിയോട് കള്ളത്തരം പറഞ്ഞത്. സുധിയോടത്ത് ജീവിക്കാൻ വേണ്ടിയാ. പക്ഷെ അവൻ പറഞ്ഞതോ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് എന്നെ വല്ലാത്തൊരു രീതിയിലാക്കി കളഞ്ഞില്ലേ? ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകില്ലമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ മകൻ അങ്ങോട്ട് കടന്നു വരുന്നത്. ആ ആൻറ്റി വന്നോ? ആൻറ്റിയെ കാണാൻ വേണ്ടി എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നെന്ന് അറിയാവോ? ഞാൻ അമ്മമ്മയോട് പറയും എനിക്കെന്നെ ആൻറ്റി ഒന്ന് കാണണം, ആൻറ്റി ഇങ്ങോട്ടൊന്ന് വിളിക്കുമെന്നൊക്കെ. പക്ഷെ അമ്മമ്മ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. എന്താ ആൻറ്റി ഇപ്പം എന്നെ വിളിക്കാതെ, എന്നോട് സംസാരിക്കാത്ത എന്താ, എന്നെ കാണാൻ വരാത്തത് എന്താ? ആൻറ്റി എന്നെ മറന്നുപോയോ എന്നൊക്കെ ആദ്യം എന്ന് പറഞ്ഞ കൊച്ചു ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. ശ്രുതി കരഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ അയ്യോ ആൻറ്റിയുടെ കണ്ണിൽ നിന്ന് എന്താ വെള്ളം വരുന്നത്? ആൻറ്റി കരയുവാണോ? ഇല്ല, എൻ്റെ കണ്ണിൽ കുറച്ച് പൊടി പോയി. ആണോ? പൊടി പോയോ? എങ്കിൽ പിന്നെ ഞാൻ ഊതി തരാം ആൻറ്റി എന്ന് പറഞ്ഞ് ഈ കൊച്ചാണെങ്കിൽ കണ്ണിങ്ങനെ തുറന്നിട്ട് ശ്രുതിയുടെ 2 കണ്ണ് ഊതി കൊടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ ഈ കൊച്ചിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ്. അപ്പോഴേക്ക് അമ്മമ്മ പറയണം, മോനെ നീ പോയി കളിക്ക്. അമ്മമ്മയ്ക്കും ആൻറ്റിക്കും ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് മോൻ പോയി കളിച്ചോ. ഇല്ല, ഞാൻ കളിക്കാൻ പോവില്ല. ആൻറ്റി ഇപ്പോൾ വന്നതല്ലേ, എനിക്ക് ആൻറ്റിയോടൊത്ത് മാത്രം കളിച്ചാൽ മതി. അതെ, അമ്മമ്മ പറയുന്നത് കേൾക്ക്. അപ്പോഴേക്കും പുറത്തുനിന്ന് ആദിയുടെ കൂട്ടുകാർ, ദേ നീ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നുണ്ടോ ദേ കൂട്ടുകാർ വിളിക്കുന്നത് കേട്ടില്ലേ? മോൻ ചെല്ല്. എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ ആൻറ്റി. അപ്പോൾ ശ്രുതി തല കുളിക്കുകയാണ് പൊയ്ക്കോളാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ കൊച്ചാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയാണ്, മോളെ, യാതൊരു കാരണവശാലും നീ ആ വീട്ടിൽ നിന്ന് പിണങ്ങി വരാൻ പാടില്ല. അത് നിന്റെ വീടാണ്, നീ അവിടെയാണ് താമസിക്കേണ്ടത്. സുധി എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് അതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ എത്രയോ തെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യം നീ ഒന്ന് ആലോചിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ആശ്വാസപ്പെടുത്തുകയാണ്. ഇതേ സമയം തന്നെ കാറിലിരുന്ന് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് സുധി. അപ്പോൾ സുധിയെ വീണ്ടും വീണ്ടും കളിയാക്കി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി. ഓ എടാ, നിന്റെ ഭാര്യ ഇനി എവിടെ പോയി തപ്പാനാടാ? ഒന്ന് നിർത്താവോ? നമുക്കിനി പോയാലോ? ഇനി നിന്റെ ഭാര്യയൊന്നും തപ്പാനായിട്ട് പറ്റില്ല. ഇല്ല, എനിക്ക് എൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ. ചെല്ലടാ, നീ ചെല്ല്. എവിടെ പോയി കണ്ടുപിടിക്കാനാ? എടാ, നമുക്കിവിടെ ഒരു പാർക്കുണ്ട്, ആ പാർക്കിൽ പോയിരിക്കാടാ. എന്നിട്ട് നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ പാർക്കിലൊക്കെ പോയിരിക്കാൻ. സച്ചി, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? നീ ഇനി എൻ്റെ കൂടെ അന്വേഷിക്കാനൊന്നും വരണ്ട. എന്നെ ഇവിടെ ഇറക്കി വിട്. നീ ഇറക്കാനാ പറഞ്ഞത്. അങ്ങനെ ഭയങ്കര കർശനത്തോടു കൂടി തന്നെ പറയാം. എടാ, എന്നെ ഇറക്കടാ, അല്ല ഞാൻ വണ്ടി നിർത്തി ചാടുവേ. അപ്പം രേവതി ആണെങ്കിൽ ഇതെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അങ്ങനെ സച്ചി വണ്ടി നിർത്തുകയാണ്. ഈ സുധി ആണെങ്കിൽ വണ്ടി നിന്ന് ഇറങ്ങുകയും ചെയ്യാണ്. വണ്ടി നിന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും രേവതി ഓടി ചെന്നിട്ട്, അവിടെ നിൽക്ക്, നിങ്ങൾ എന്താ കാണിക്കുന്നത്? വണ്ടിയിലോട്ട് കയറിക്കണ്ടേ? നമുക്ക് ശ്രുതിയെ കണ്ടുപിടിക്കണ്ടേ? എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. ഞാൻ ഒറ്റക്ക് അന്വേഷിച്ചോളാം. നിങ്ങൾ 2 പേരും എൻ്റെ കൂടെ വരണ്ട. നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട സച്ചിയാണെങ്കിൽ, പോട്ടെ രേവതി, അവനെക്കുറിച്ച് ഇനി ചിന്തിക്കണ്ട. അവൻ്റെ അഹങ്കാരം ഇതുവരെ മാറിയിട്ടില്ല. എടാ, 50 പൈസയെങ്കിലും ഇതിൻ്റെ കയ്യിലെടുക്കാനുണ്ടോടാ? ഇല്ലല്ലോ. നിനക്ക് വിശന്ന് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും നിൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. എന്നിട്ട് അവൻ്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. അവൻ പോവാണെന്ന്. പോടാ, നീ പോ.
നിന്റെ കൂടെ വന്നാ എന്നെ വേണം തല്ലാനായിട്ട്. നീ എവിടെ പോയി അന്വേഷിക്കാനായിട്ട് പോകുന്നു? ചെല്ലടാ. ആടാ ഞാൻ പോകും, നിന്റെ ഒരു സഹായം വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും പോയി അന്വേഷിച്ചോളാടെന്ന് പറഞ്ഞുകൊണ്ട് സുധിയാണെങ്കിൽ അവിടെ നിന്ന് അന്വേഷിക്കാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ സച്ചിയേട്ടൻ ഒന്ന് വിളിക്ക്, സച്ചിയേട്ടൻ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഇതൊക്കെ വല്ല അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും കേട്ടോ. അപ്പോൾ ആദ്യ വഴിയിൽ വെച്ച് എല്ലാം നിർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കാലി വരും അച്ഛന്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്ന് വിളിക്ക് സച്ചിയേട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ സച്ചിയുടെ വണ്ടിയിൽ വന്ന് വലിയൊരു ബോൾ വന്ന് വീഴുകയാണ്. പെട്ടെന്ന് ഇവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സന്തോഷം തോന്നി. ഇത് ആരാന്ന് നോക്കിയേ, മോനെ ആദിമോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വിളിക്കുക. അപ്പോൾ രേവതിയെ കണ്ടു ഞാൻ, അയ്യോ രേവതി ആൻറ്റി, മോനിങ്ങോട്ട് വാ, മോനെന്താ ഇവിടെ? ഇതാ എൻ്റെ നാട്. അല്ല ആൻറ്റി അങ്കിൾ എന്താ ഇവിടെ? ആരെ കാണാൻ വേണ്ടി വന്നതാ? അതെ, മോൻ്റെ വീട് ഇവിടെ അടുത്താണോ? അതെ അടുത്താണ്. സച്ചിയേട്ടാ എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാം, എന്നിട്ട് ആൻറ്റിയോടും കൂടി ഒന്ന് കാര്യങ്ങളെല്ലാം ചോദിക്കാം. മോനെ നമുക്ക് നടന്നു പോകണോ വണ്ടിക്ക് പോകണോ? വണ്ടിക്ക് പോകാം ആൻറ്റി. അങ്ങനെ ഇവർ വണ്ടിയിൽ കയറുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ് സുധിയോട്, എടാ കയറാ, ചുമ്മാ ഗമ കാണിക്കാതെ. ഇല്ല ഞാൻ കയറണില്ല. പക്ഷേ സച്ചി അത് കൂട്ടാക്കാതെ സച്ചി നേരെ വണ്ടിയിലേക്ക് കയറുകയാണ്. രേവതിയും കുഞ്ഞും വണ്ടിയിലേക്ക് കയറുകയാണ്. വേറൊരു നിവൃത്തിയില്ലാതെ സുധിയും പോയി വണ്ടിയിലേക്ക് കയറുകയാണ്. അങ്ങനെ ഇവർ നേരെ ഈ ആദിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ജനലിക്കൂടെ നോക്കിയാണ്. ജനലിക്കൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആദി ഇറങ്ങുന്നു, അതിൻ്റെ പിന്നാലെ രേവതി ഇറങ്ങുന്നു, ശ്രുതി ഇറങ്ങുന്നു, സച്ചി ഇറങ്ങുന്നു. ഇവർ എല്ലാവരും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ ഇടപാട് തീർന്നു. ദൈവമേ, തൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊക്കിയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ പെട്ടു എന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് ശ്രുതി. അപ്പോൾ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.